വേനലവധിയാണ്. കൊടും ചൂടിനൊപ്പം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു വാർത്ത കൂടി പതിവായി എത്തുന്നു. മുങ്ങിമരണങ്ങളുടെ വാർത്ത. ഇത്തരം വാർത്തകൾ ഈ അപകടങ്ങളിൽപ്പെട്ടവരും വായിച്ചിട്ടുണ്ടാവാം. എന്നിട്ടും ഒഴിവാക്കാവുന്ന ഈ ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത ലഘൂകരണ വിഭാഗം അധ്യക്ഷനായ മുരളി തുമ്മാരുകൂടി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ നിന്ന്: വീണ്ടും വേനലവധി തുടങ്ങുകയാണ്. ഓരോ വേനലവധി കാലവും എനിക്ക് പേടിയുടെ കാലം കൂടിയാണ്. 1, 2, 3 കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് വന്നു തുടങ്ങി. ഈ വേനലവധി അവസാനിക്കുന്നതിന് മുമ്പേ 200ഓളം ആളുകൾ മുങ്ങി മരിച്ചിരിക്കും. അതിൽ കൂടുതലും കുട്ടികളായിരിക്കും. അവധി ആഘോഷിക്കാൻ കൂട്ടുകൂടി പോകുന്നവർ, ബന്ധുവീട്ടിൽ പോകുന്നവർ, അടുത്ത വീട്ടിലെ കുളത്തിൽ പോകുന്നവർ എന്നിങ്ങനെ 100ലധികം കുടുംബങ്ങൾക്ക് ഈ വേനലവധിക്കാലം ഒരിക്കലും മറക്കാനാവാത്ത ദുഃഖത്തിൻ്റെ കാലമാകും. ഇതെല്ലാ വർഷവും പതിവാണ്. റോഡപകടങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം പേർ മരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയാണ്. ഓരോ വർഷവും 1200ലധികം ആളുകളാണ് മുങ്ങി മരിക്കുന്നത്. കേരളത്തിലെ അപകട മരണങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ കുറവ് വരുത്താവുന്നത് മുങ്ങിമരണത്തിലാണ്. കാരണം 1200 മരണങ്ങൾ നടക്കുന്നതിൽ 1% പോലും യാത്രക്കിടയിലോ ബോട്ട് മുങ്ങിയോ അല്ല. ആളുകൾ കുളിക്കാനും കളിക്കാനും ഒക്കെയായി ജലത്തിലിറങ്ങുമ്പോൾ സംഭവിക്കുന്നതാണ്. അല്പം ജലസുരക്ഷാ ബോധം, വേണ്ടത്ര മേൽനോട്ടം, വെള്ളത്തിൽ വീഴുന്നവരെ രക്ഷിക്കാനുള്ള മിനിമം സംവിധാനം ഇത്രയുണ്ടെങ്കിൽ തന്നെ ഒറ്റ വർഷം കൊണ്ട് മരണം പകുതിയാക്കാം. ജലസുരക്ഷയ്ക്ക് ചില മാർഗങ്ങളും മുരളി തുമ്മാരുകൂടി നിർദ്ദേശിക്കുന്നുണ്ട്. അവ ഇങ്ങനെയാണ്: മുതിർന്നവർ കൂടെയില്ലാതെ ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്നും കുട്ടികളെ നിർബന്ധമായും പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടിക്ക് നീന്താൻ അറിയില്ലെങ്കിൽ ഈ അവധിക്കാലം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നീന്തൽ പഠിപ്പിക്കൽ പ്രൊഫഷണലുകൾക്ക് വിടുന്നതാണ് സുരക്ഷിതം. അവധിക്ക് ബന്ധുവീടുകളിൽ പോകുന്ന കുട്ടികളോട് മുതിർന്നവരില്ലാതെ കൂട്ടുകാരുടെ കൂടെ വെള്ളത്തിൽ മീൻ പിടിക്കാനോ യാത്രയ്ക്കോ കുളിക്കാനോ കളിക്കാനോ പോകരുതെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുക. വിരുന്നു പോകുന്ന വീടുകളിലെ മുതിർന്നവരെയും ഇക്കാര്യം ഓർമ്മിപ്പിക്കണം. വെള്ളത്തിൽ വെച്ച് കൂടുതലാവാൻ സാധ്യതയുള്ള അപസ്മാരം, മസിൽ കയറുന്നത്, ചില ഹൃദ്രോഗങ്ങൾ പോലുള്ള അസുഖങ്ങൾ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവധിക്കാലത്ത് ടൂറിന് പോയി വെള്ളത്തിലിറങ്ങുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാൽ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം കൂടെ കരുതണം. ലൈഫ് ബോയ് കിട്ടാനില്ലാത്തവർ വാഹനത്തിൻ്റെ വീർപ്പിച്ച ട്യൂബിൽ ഒരു നീണ്ട പ്ലാസ്റ്റിക് കയർ കെട്ടിയാൽ പോലും അത്യാവശ്യ സാഹചര്യത്തിൽ ഉപകാരപ്രദമായിരിക്കും. ഒരു കാരണവശാലും മറ്റൊരാളെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടരുത്. കയറോ കമ്പോ തുണിയോ നീട്ടിക്കൊടുത്ത് വലിച്ചു കയറ്റുന്നത് മാത്രമാണ് സുരക്ഷിത മാർഗം. വെള്ളത്തിൽ യാത്രയ്ക്കോ കുളിക്കാനോ കളിക്കാനോ പോകുന്ന സ്ത്രീകളും പെൺകുട്ടികളും അവരുടെ വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്കവാറും കേരളീയ വസ്ത്രങ്ങൾ അപകടം കൂട്ടുന്നവയാണ്. ഒന്നുകിൽ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാകാത്ത വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. വെള്ളത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കുക. വെള്ളത്തിൻ്റെ ആഴം ചിലപ്പോൾ കാണുന്നതിനേക്കാൾ കുറവായിരിക്കും. ചെളിയിൽ പൂഴ്ന്നു പോകാം. തല പാറയിലോ മരക്കൊമ്പിലോ ഇടിക്കാം. ഒഴുക്കും ആഴവും മനസ്സിലാക്കി സാവധാനം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് ശരിയായ രീതി. ഒഴുക്കുള്ള വെള്ളത്തിലും പുഴയിലും ആഴമില്ലാത്തത് കൊണ്ട് മാത്രം കുട്ടികൾ സുരക്ഷിതരല്ല. ബാലൻസ് തെറ്റി വീണാൽ ഒരടി വെള്ളത്തിൽ പോലും മുങ്ങിമരണം സംഭവിക്കാം. സ്വിമ്മിംഗ് പൂളിലെ ഉപയോഗത്തിനായി കമ്പോളത്തിൽ കിട്ടുന്ന വായു നിറച്ച റിങ്, പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ട്, കയ്യിൽ കിട്ടുന്ന ഫ്ലോട്ട് ഇവയൊന്നും പൂർണ്ണ സുരക്ഷ നൽകുന്നില്ല. ഇവയുള്ളതുകൊണ്ട് മാത്രം മുതിർന്നവരുടെ ശ്രദ്ധയില്ലാതെ വെള്ളത്തിലിറങ്ങാൻ കുട്ടികൾ മുതിരരുത്. നേരം ഇരുട്ടിയ ശേഷം ഒരു കാരണവശാലും വെള്ളത്തിലിറങ്ങരുത്. അതുപോലെ തിരക്കില്ലാത്ത ബീച്ചിലോ ആളുകൾ അധികം പോകാത്ത തടാകത്തിലോ പുഴയിലോ പോയി ചാടാൻ ശ്രമിക്കരുത്. മദ്യപിച്ച ശേഷം ഒരിക്കലും വെള്ളത്തിലിറങ്ങരുത്. നമ്മുടെ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായും തെറ്റുന്ന സമയമാണത്. സുഖമില്ലാത്തപ്പോഴോ മരുന്നുകൾ കഴിക്കുമ്പോഴോ വെള്ളത്തിലിറങ്ങരുത്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുങ്ങിമരണങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാം. ഓർക്കുക, ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം നിങ്ങളെ വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കും.